നമ്മോട് കൂടി ഇന്ന് സംവദിക്കുന്നത് മമ്പാടുള്ള പി റഷീദൊക്കെയാണ്. അനാഥബാലനും അത്ഭുതപക്ഷിയും, മാരിവില്ല്, തിരുഗീതം തുടങ്ങി പുസ്തകങ്ങളുടെ രചയിതാവും DAPL മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ്, മമ്പാട് തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ്, ശലഭം സാഹിത്യവേദി പ്രസിഡന്റ് തുടങ്ങി നിരവധി പദവികളിൽ സ്ഥാനം വഹിക്കുകയും ചെയ്യുന്നു. നാടകങ്ങൾ, ലേഖനങ്ങൾ, കവിതാ സമാഹാരങ്ങൾ, കഥകൾ, പല രചനകൾ തുടങ്ങി നിരവധി മേഖലകളിലും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് റഷീദക്ക. അടുത്തൊരു മണിക്കൂർ നമ്മോട് കൂടെ സംവദിക്കുന്ന റഷീദക്കാനെ CPയുടെ പേരിൽ റേഡിയോ ടോക്കിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ചർച്ചയിൽ പങ്കെടുക്കുവാൻ എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഞാൻ റഷീദ് മമ്പാട്. പിന്നെ എല്ലാവരും കൊറോണയുടെ ആധിക്യത്തിലൊക്കെയാണ് അല്ലേ? എന്നാലും നിങ്ങളൊരു PSMO SIP റേഡിയോ ടാക്ക് അല്ലേ, അതാണല്ലോ ഇതിൻ്റെ പേര്. ഞാൻ കാണുന്നത് അങ്ങനെയാണ്. ഇങ്ങനെയൊരു ചാലഞ്ച് ഏറ്റെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ, ഏത് ദുരന്തവും നമ്മൾ പോസിറ്റീവ് എനർജിയിലൂടെ കാണുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് നല്ല നിലയിൽ ഉപയോഗിക്കാൻ കഴിയും. ഏതായാലും സന്തോഷം. ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും, അൽത്താഫ് അടക്കമുള്ള നിങ്ങളുടെ പേരുകളൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് അൽത്താഫിൻ്റെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ അൽത്താഫ് അടക്കമുള്ള ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കെല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. തീർച്ചയായും വിവരിക്കാം. 2019 ഫസ്റ്റിൽ ഞാൻ എൻ്റെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് പ്രഷറിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇടയ്ക്കിടെ. അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മമ്പാട് PHCയിൽ പോയി. അവിടെ ഡോക്ടറെ കണ്ട് ഞാൻ മടങ്ങുന്ന സമയത്ത് ഒരുപാട് ഭിന്നശേഷിക്കാരെ പല വാഹനങ്ങളിലായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നതും ഇറക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ ഭിന്നശേഷിക്കാർ എവിടെ എന്ത് കണ്ടാലും അങ്ങോട്ടൊന്ന് പോവുകയും അവിടെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിക്കുകയും ചെയ്യുന്നത് എനിക്കൊരു പതിവാണ്. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഇവരെ ഫിസിയോതെറാപ്പി ആൻഡ് സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുവന്ന ആളുകളാണ്. അപ്പോൾ 25 രോഗികളും അവരോടൊപ്പം വരുന്ന 1-2 ആളുകൾ ഉൾപ്പെടെ ഒരു 50 പേരിലധികം അവിടെയുണ്ട്. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഒരു ദയനീയ കാഴ്ചയാണ്. അപ്പോൾ ഫിസിയോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം ഇവരിങ്ങനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവർക്ക് വളരെ ദാഹമുണ്ട്, വിശപ്പുണ്ട്, അവശരാണ് അവർ. 35-40 മിനിറ്റ് എടുത്തിട്ടാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കൊരു തുള്ളി വെള്ളം കിട്ടാനുള്ള മമ്പാട് ആ പരിസരത്ത് ഇല്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതെ വിഷമം തോന്നി. ഞാൻ ഉടനെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനോടും സെക്രട്ടറിനോടും കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട് നമ്മൾ PHCയിൽ, അപ്പോൾ അതൊന്ന് പരിഹരിക്കാവുന്ന നടപടി സ്വീകരിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. എന്നെ നിരുത്സാഹപ്പെടുത്തിയൊന്നുമില്ല. പക്ഷേ 2 ദിവസമായിട്ടും അത് നടന്നില്ല. അക്കാരണം കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വിളിച്ചതാണ് കേട്ടോ. സ്വന്തമായിട്ട് തന്നെ ഞാനവിടെ അവർക്ക് വേണ്ട ഒരു ലഘു ഭക്ഷണവും ചായയും ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. ആഴ്ചയിലൊരു ദിവസമാണ് ഫിസിയോതെറാപ്പി നടക്കാറുള്ളത്, എല്ലാ വെള്ളിയാഴ്ചയും. അപ്പോൾ ഞാനതിനൊരു പേരിട്ടു, ശമനം പദ്ധതി 2019 എന്ന് പേരിട്ടു. അങ്ങനെ ഞാൻ ഫസ്റ്റിൽ തന്നെ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നെ അത് പത്രമാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തതോടുകൂടി പല ആളുകളും എന്നെ സമീപിച്ചു. അടുത്ത ആഴ്ച ഞാൻ കൊടുക്കാം, പിറ്റത്തെ ആഴ്ച ഞാൻ കൊടുക്കാം എന്നുള്ള ആ ഒരു രൂപത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെയാണ്
ശമനം ചാരിറ്റബിൾ ട്രസ്റ്റ് അവിടെ ഉണ്ടാക്കാനുള്ള കാരണം. ഇപ്പോൾ നിർഭാഗ്യവശാൽ പ്രളയത്തിന് ശേഷം ആ പരിപാടി നടക്കുന്നില്ല. നടക്കുന്ന മുറക്ക് വീണ്ടും ഞാനത് പുനരാരംഭിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ അനാഥബാലനും അത്ഭുത പക്ഷിയും എന്ന പുസ്തകം ആത്മകാന്താംശം എന്ന് പറയാൻ കഴിയില്ല, എങ്കിലൊരു ഏകാന്തത അതിലുണ്ട്. ഏകാന്തത എന്നെ പിടികൂടിയ ഒരു സംഭവമാണ്. അതുകൊണ്ട് ആ ഏകാന്തതയുണ്ട് അതിൽ, അല്ലാതെ എൻ്റെ കഥയല്ല. ഇത് ഞാൻ ചെറുപ്പം മുതലേ ഒരു വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്ന നോവലും മാധവ് പെരുമുറ്റത്തിൻ്റെ പറക്കും പേടകം എന്ന നോവലും എൻ്റെ ഹൃദയത്തെ കൂടുതൽ സ്പർശിച്ചതാണ്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇങ്ങനെയൊരു നോവൽ എഴുതാൻ തുടങ്ങിയത്. ഈ പുസ്തകം എഴുതുന്നത് ഞാൻ 10ാമത്തെ വയസ്സിലാണ്. അന്നൊന്നും എനിക്കതിനെക്കുറിച്ച് അത്ര വലിയൊരു അവബോധമൊന്നുമില്ല. കാരണം 10ാമത്തെ വയസ്സിൽ പുസ്തകം എഴുതി ഇപ്പം ആലോചിക്കുമ്പോൾ അത് ഒരു ചെറിയൊരു അഭിമാനമായിട്ട് തോന്നുന്നുണ്ട്. കാരണം 5ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി ഒരു നോവൽ എഴുതുന്ന ആ ഒരു രൂപം മനസ്സിൽ വരുമ്പോൾ ഒരു അഭിമാനം തോന്നുന്നുണ്ട്. പക്ഷെ അന്ന് അതൊന്നും തോന്നിയിട്ടില്ല. ഈ പുസ്തകം എഴുതാനുള്ള കാരണം എൻ്റെ കടുത്ത ഏകാന്തത തന്നെയാണ്. വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാനും എൻ്റെ മൂത്ത ഓപ്പോളും മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ. ഉമ്മ പണിക്ക് പോകും, സഹോദരങ്ങൾ സ്കൂളിലും പോകും. അപ്പോൾ പിന്നെ ഞാനും ഓപ്പോളും മാത്രമുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ലല്ലോ. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ജന്മനാൽ ലോക്ക്ഡൗണിലായ ഞങ്ങളെപ്പോലുള്ള ഭിന്നശേഷിക്കാരുടെ അവസ്ഥ വെറും ഒരു മാസം കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുഞ്ഞുണ്ണി മാഷുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹം എനിക്ക് ഭൂമിയിലൊരു ദൈവമുണ്ടെങ്കിൽ മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുണ്ണി മാഷാണ്. കാരണം അദ്ദേഹമാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്ന ആ ഒരു തലങ്ങളിലേക്ക് പോലും എത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ കുഞ്ഞുണ്ണി മാഷും കുട്ടികളും എന്നൊരു ഭക്തി ഒരു ബാലമാസികയിൽ ഞാൻ സ്ഥിരമായിട്ട് വായിക്കാറുണ്ടായിരുന്നു. ഇന്നത്തെ പ്രമുഖരായ എഴുത്തുകാർ, അതായത് പിന്നെ പി കെ പാറക്കടവ്, അതുപോലെ കെ പി രാമനുണ്ണി സാറ്, അതുപോലെ തോഹ മാടായി, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി പേര് ആ കാലത്ത് കുഞ്ഞുണ്ണി മാഷോട് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. അതിൽ നിന്നാണ് എനിക്കിങ്ങനെ കുഞ്ഞുണ്ണി മാഷോട് എനിക്കും എന്തുകൊണ്ട് ചോദിച്ചൂടാ എന്ന് തോന്നുകയും ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിന് കത്തെഴുതി അത് മലർവാടി എന്ന പുസ്തകത്തിൽ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി അദ്ദേഹം എനിക്ക് തരുമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹവുമായി ഞാൻ ആദ്യമായിട്ട് കത്തിടപാടിലൂടെയാണ് സൗഹൃദങ്ങൾ പങ്കുവെച്ചിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറുപടി കത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷം അനുഭവിച്ച ദിനങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി കത്ത് കിട്ടിയത്. കാരണം ചെറിയൊരു കുട്ടിക്ക് ആ കുട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സമ്മാനം ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ എത്രത്തോളം അതുമായിട്ടുള്ള സന്തോഷം ഉണ്ടാകും. അതുപോലെയായിരുന്നു എനിക്ക് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഞാൻ അയച്ച കത്തിന് മറുപടി കിട്ടിയപ്പോൾ. അതിലിങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്: മോനെ റഷീദ്, കത്ത് കിട്ടി, ചിത്രം കണ്ട് ആസ്വദിക്കാം, കഥയും കവിതയും തിരക്കേടില്ല, കൂടുതൽ എഴുതുക, കൂടുതൽ വായിക്കുക, എഴുതുന്നത് എനിക്ക് അയച്ചു തരിക എന്ന് പറഞ്ഞതോടുകൂടി
എനിക്ക് അദ്ദേഹത്തോട് എന്തെന്നില്ലാത്ത ഒരു ഇഷ്ടവും ഭക്തിയും എല്ലാം തോന്നുകയുണ്ടായി. ഒരു എഴുത്തുകാരൻ്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള സകലമാന തിന്മകൾക്കുമെതിരെ അവൻ്റെ തൂലിക പടവാളാക്കണം എന്നാണ് എൻ്റെ ലക്ഷ്യം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു സംസ്കാരചിത്തരായ മനുഷ്യന്മാരുടെ വാർത്തെടുക്കലാണ് ഒരു യഥാർത്ഥ എഴുത്തുകാരൻ്റെ ധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ പുതിയ എഴുത്തുകാരോട് പറയാനുള്ളതും ഇത് തന്നെയാണ്. എങ്കിൽ പോലും കാലഘട്ടത്തിനനുസരിച്ച് വെറും എഴുത്ത് മാത്രമല്ല, എഴുത്തും പ്രസംഗവും മാത്രമല്ല, പ്രവൃത്തി, അതായത് മറ്റുള്ളവരെ കൂടെ ചേർത്ത് പിടിക്കാൻ ഉള്ളൊരു മനസ്സുകൂടി എല്ലാവർക്കും വേണം. പക്ഷെ അത് എഴുത്തുകാർക്ക് കൂടുതൽ വേണം എന്നെനിക്ക് പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പ്രായത്തിൽ പോലും പഠിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഞാൻ ഒന്നും അല്ല എന്നുള്ള തോന്നൽ തന്നെയാണ്. കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ല ഇപ്പോഴും. എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പഠിച്ചതൊന്നും വലിയ പഠിപ്പല്ല. ആ ബോധം എന്നെ ഇപ്പോഴും നിരാശനാക്കുന്നുണ്ട്. പക്ഷെ നിരാശ ഒന്നിനും പരിഹാരമല്ല എന്ന ഉൾബോധത്തിൻ്റെ പേരിൽ ആ നിരാശയെ ഒഴിവാക്കി മുന്നോട്ട് കുതിക്കുകയാണ് ഞാൻ. ചെറുപ്പത്തിൽ പഠിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ സ്വന്തമായിട്ട് ബിരുദം നേടി എന്ന് തന്നെ പറയാം. ഇനി ബിരുദാനന്തര ബിരുദം എടുക്കുകയും വേണം. എൻ്റെ അക്കാഡമിക അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത് SSLC പരീക്ഷ എഴുതാനാണ്. ആദ്യമായിട്ട് ഞാൻ കോളേജിൽ പോകുന്നത് മലപ്പുറം ഗവൺമെൻറ് കോളേജിലേക്കാണ് ഞാൻ ആദ്യമായി പോകുന്നത്. അവിടെ എൻട്രൻസ് പരീക്ഷ എഴുതാനാണ് പോകുന്നത്. പിന്നീട് ഞാൻ ആദ്യമായിട്ട് കോളേജിൽ പോകുന്നത് മമ്പാട് MES കോളേജിലേക്കാണ്. അവിടെ പരീക്ഷ എഴുതാനാണ് പോകുന്നത്. BA മലയാളത്തിൻ്റെ പരീക്ഷ എഴുതാനാണ് പോകുന്നത്. പിന്നെ പഠിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അല്പം അകലെ, ഒരു 100 വാര അകലെയാണ് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മമ്പാട്. അപ്പോൾ അവിടെ നിന്നും വെല്ലടിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് ശരിക്കും കേൾക്കാം. അതുകൊണ്ട് ഞാൻ വളരെ ചെറുപ്പത്തിൽ 10 വയസ്സിൻ്റെ ആ കാലയളവിൽ തന്നെ സ്കൂളിൽ നിന്ന് കേൾക്കുന്ന ബെല്ലിന് അനുസരിച്ച് പിന്നെ എൻ്റെ വീട്ടിലൊരു പ്രതീകാത്മകമായ ഒരു ക്ലാസ് റൂം തയ്യാറാക്കുകയും അവിടെ ഇരുന്ന് പഠിക്കുകയും ചെയ്തു. അപ്പോൾ സ്കൂളിൽ നിന്ന് സ്വാഭാവികമായിട്ടും ബെല്ലടിക്കുമ്പോൾ ഞാൻ എൻ്റെ പാഠപുസ്തകങ്ങൾ എടുത്ത് പഠിക്കാൻ തുടങ്ങും. സ്കൂളിൽ നിന്ന് ഇൻ്റർവെല്ലിന് ബെല്ലടിക്കുമ്പോൾ ഞാൻ എൻ്റെ പാഠപുസ്തകം പൂട്ടി വെക്കും. പിന്നെ വീണ്ടും ബെല്ലടിക്കുമ്പോൾ വീണ്ടും ഞാൻ എൻ്റെ പാഠപുസ്തകം തുറക്കും, പഠിക്കും. ഇങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് ആഗ്രഹങ്ങൾ സഫലമാകുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സ് വല്ലാതെ ദൈവത്തോട് ഒട്ടി നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. കാരണം ഇതൊന്നും എൻ്റെ അല്ലല്ലോ, ഒന്നും നമ്മുടേതല്ല. ദൈവത്തിൻ്റെ അപാരമായ അനുഗ്രഹം, എന്ന് പറഞ്ഞാൽ അപാരമായ അനുഗ്രഹം. ഞാൻ എന്താകുമായിരുന്നു എന്ന് എനിക്ക് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പഠിക്കാതിരുന്നാൽ, ഞാൻ
നോക്കാതിരുന്നാൽ 85% ഭിന്നശേഷിക്കാരനായ ഞാൻ താടിയും മുടിയും വളർന്ന് ജട കെട്ടി നമ്മളൊക്കെ ഏതെങ്കിലും സൂവിൽ പോയിട്ട് വല്ല കൗതുക വസ്തുക്കളെയും കാണുന്നത് പോലെ ഭാവിയിൽ എന്നെ നോക്കി സഹതപിക്കുന്ന ഒട്ടനവധി ആളുകളുടെ കണ്ണുകൾ ഞാൻ ചെറുപ്പത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാഴ്ച എന്നെ കാണരുത് എന്ന തീരുമാനവും എനിക്കുണ്ടായിരുന്നു. ഏതായാലും അള്ളാഹു വളരെ മഹാനാണ്. അദ്ദേഹത്തിന് എത്ര പുകഴ്ത്തിയാലും എത്ര പാടി പറഞ്ഞാലും എത്ര സുജൂദ് ചെയ്താലും ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് ഒന്നുമാവില്ല. അദ്ദേഹം എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ കാരണം. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയട്ടെ. എൻ്റെ വൈകല്യത്തിലേക്ക് നോക്കി എനിക്ക് മറ്റുള്ളവരോട് പറയാൻ ഒറ്റ കാര്യങ്ങളുള്ളൂ: കൈകാലുകൾക്ക് പൂർണ്ണ സ്വാധീനമില്ല. രണ്ടാമതൊരു വൈകല്യം ഞാൻ എന്താണ് അവരോട് പറയുക? നിങ്ങളോട് ഞാൻ എന്താണ് പറയുക? നിങ്ങളെന്നെ നേരിട്ട് കണ്ടാൽ മനസ്സിലാവും. 2 കൈകളും 2 കാലുകളും പിറകോട്ട് വളഞ്ഞ് ആണ് ഇരിക്കുന്നത്. ഞാൻ മുട്ടുകാലിൽ എഴിഞ്ഞാണ് നടക്കുന്നത്. ശരി, ഈ 2 വൈകല്യങ്ങളല്ലാതെ എനിക്കെന്ത് വൈകല്യമുള്ളത്? എനിക്ക് കണ്ണിന് കാഴ്ചയുണ്ട്, സംസാരിക്കാൻ കഴിവുണ്ട്, ചിന്തിക്കാൻ മനസ്സുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളെപ്പോലെ തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈകല്യം തന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് കഴിവുകളാണ് ദൈവം തന്നത്. അത് എനിക്ക് എന്നല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ ചില ആളുകൾ എനിക്കെന്ത് ഇല്ല എന്നതിൽ പരിതപിക്കുന്നു, എന്നാൽ എനിക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ട് എന്ന് അന്വേഷിക്കുന്നില്ല. അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയമൊന്നുമില്ല, കുഞ്ഞുണ്ണി മാഷ് തന്നെയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ. അതിനുശേഷം പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറുണ്ട്, MT വാസുദേവൻ നായരുണ്ട്, കാരൂരുണ്ട്, അങ്ങനെ ഒട്ടനവധി ആളുകളുണ്ട്. പക്ഷേ കുഞ്ഞുണ്ണി മാഷയും അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീറിനെയും ഞാൻ വേറിട്ട് കാണുന്നുണ്ട് സാഹിത്യത്തിൽ. അതിൻ്റെ കാരണം ഇതാണ്: കുഞ്ഞുണ്ണി മാഷ് വലിയൊരു പ്ലാറ്റ്ഫോമിനെ 2 വരി 3 വരി 4 വരിയിൽ ഒതുക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഴിവ്. വാക്കൊതുക്കുന്നവനൂക്കൻ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതാണത്. അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ വളരെ ലളിതമായിട്ട് പച്ചക്ക് കാര്യങ്ങൾ പറയുകയും എന്നാൽ അത് വളരെ ഗൗരവമുള്ള ആശയങ്ങൾ പ്രകടിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ മറ്റുള്ള ഭാഷകളിൽ നിന്ന്, മറ്റുള്ള എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തമാവുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 വ്യക്തികളെ ഞാൻ എന്നും ഒരു പ്രത്യേക കാറ്റഗറിയിലാണ് ചേർത്ത് നിർത്തിയിട്ടുള്ളത്. വായനയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം ഡിഗ്രിക്കും PGക്കൊക്കെ പഠിക്കുന്ന നിങ്ങളാണ്. നിങ്ങളെന്നേക്കാൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അനുഭവമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു ഗുരുനാഥനാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ പുസ്തകം ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഈ പുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ ഇക്കണ്ട കാര്യങ്ങൾ മുഴുവനും സ്വായത്തമാക്കിയത്. അത് കഥകളിലും കവിതകളിലും നാടകങ്ങളിലും കഥാപ്രസംഗങ്ങളിലും ഇങ്ങനെ ഒട്ടനവധി പുസ്തകങ്ങൾ, തിരക്കഥാ പുസ്തകങ്ങൾ ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. നോവലുകൾ ഇഷ്ടം പോലെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ, അതുപോലെ തന്നെ ലേഖനങ്ങൾ ഞാൻ വായിക്കാറുണ്ട്. മാതൃഭൂമി, മാധ്യമം, ചന്ദ്രിക പോലുള്ള ആഴ്ചപ്പതിപ്പുകളൊക്കെ, ദേശാഭിമാനി, അതുപോലെ ഭാഷാഭൂഷണി, ഇവയിലൊക്കെ പ്രസക്തമായ നല്ല 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 സന്ദേശങ്ങളുള്ള ലേഖനങ്ങൾ നമ്മൾക്ക് കിട്ടും. ഒരു രാജ്യത്തെക്കുറിച്ച് കിട്ടും,
ഒരു പ്രദേശത്തെക്കുറിച്ച് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഈ വായന നമ്മളെ മനസ്സിനെ സംസ്കരിക്കുന്ന ഒന്നാണ്. ശരിക്ക് ആത്മാവിൻ്റെ ആഹാരമാണ് വായന എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ നേട്ടത്തിന് പിന്നിൽ വീട്ടുകാരുടെ അകമഴിഞ്ഞ എന്താ പറയുക, പ്രോത്സാഹനം എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അവർ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്ക് ശരിക്കും പറയാൻ കഴിയും. അവരുടെ കൈകളുണ്ട്, അത് വ്യക്തമാക്കി പറയാം. കൂടുതൽ പഠിക്കാത്ത, കൂടുതൽ അറിവൊന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ഉമ്മ വകയിലോ ഉപ്പ വകയിലോ എഴുത്തുകാരോ വായനക്കാരോ ആരും ഇല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങളും ആ ഒരു കാറ്റഗറിയിലൂടെയാണ് കടന്നു പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും എഴുതുന്നതും വായിക്കുന്നതും കാണുമ്പോൾ അവർ ഒരിക്കലും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഉള്ളത് പറയാലോ. പക്ഷേ ആ പ്രോത്സാഹിപ്പിക്കാത്തതിനേക്കാൾ എനിക്ക് ഗുണം ചെയ്തത് അവരെന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. എനിക്കത് മതി. പ്രോത്സാഹനമല്ല വേണ്ടത്. അവരെന്നെ ആ കുട്ടിക്കാലത്ത് തന്നെ എന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്നെങ്കിൽ, ഒറ്റ പ്രാവശ്യം ഉമ്മ എന്നോട് കാര്യം പറഞ്ഞു, നീ നുണങ്ങനെ എഴുതി കൂട്ടണ്ട, അതൊക്കെ പടച്ചോൻ്റെ ഭാഗത്ത് നിന്ന് കുറ്റം കിട്ടൂലേ എന്ന് എന്നോട് ചോദിച്ചു. ആ ഒരൊറ്റ ചോദ്യം മാത്രമേ എൻ്റെ ഉമ്മ എന്നോട് ചോദിച്ചിട്ടുള്ളൂ ഞാൻ കഥ എഴുതുന്ന സമയത്ത്. പിന്നീട് ഉമ്മ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ കഥകൾ എഴുതുന്നു, കവിതകൾ എഴുതുന്നു, പ്രസിദ്ധീകരിക്കുന്നു, അച്ചടിച്ചു വരുന്നു, അതിന് പ്രതിഫലം കിട്ടുന്നു. ഇതൊക്കെ ഉമ്മ കാണുന്നുണ്ട്. പക്ഷേ അവരെന്നെ മറ്റൊരു തരത്തിലാണ് കണ്ടത്. എങ്ങനെ? പാവം, എന്തെങ്കിലും ചെയ്ത് ജീവിച്ചോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് പിന്നെ നാളുകൾ കഴിഞ്ഞു കൊള്ളട്ടെ എന്നായിരുന്നു അവരുടെ ആദ്യത്തെ കൺസെപ്റ്റ്. പക്ഷെ പിന്നീടാണ് എഴുത്തുകാരനായതും എനിക്ക് തിരക്കുകൾ കൂടിയതും പോകുന്നതും വരുന്നതൊക്കെ അവർക്ക് പിന്നീട് മനസ്സിലായി. ഏതായാലും എൻ്റെ വീട്ടുകാരെന്നെ നിരുത്സാഹപ്പെടുത്താത്തത് കൊണ്ട് ഞാൻ ഇന്നിവിടെ എത്തി. എട്ടാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് കവിത എഴുതിയത്. അത് പുള്ളിക്കുയിലിനോട് എന്ന കവിതയാണ്. അന്ന് സമാഹാരം ഇറങ്ങിയിട്ടില്ല. ഓക്കെ, അത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു നിർവൃതിയുണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ട് പുള്ളിയുടുപ്പിട്ട് പുഞ്ചിരി തൂകുന്ന പുള്ളിക്കുയിലിനിൻ പാട്ടൊന്നു പാടാമോ, എത്ര മധുരമാണെന്നോ നിൻ ഗാനങ്ങൾ, എന്തഴകാണെന്നോ നിൻ സ്വരങ്ങൾക്കെല്ലാം, പാടൂ നീ ഒരു ഗാനമെങ്കിലും, പാട്ടിനായി കാതോർത്തിരിപ്പതു ഞാനിന്നും. അങ്ങനെ തുടങ്ങിയാണ് ഞാൻ ആ കവിത എഴുതിയത്. തീർച്ചയായിട്ടും സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, കാരണം എനിക്ക് തോന്നിയിട്ടില്ല നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന്. അതെനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ മരിക്കുന്ന സമയം വരെ എത്ര ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും, എത്ര എഴുത്തുകാരനാണെങ്കിലും, മോട്ടിവേറ്റർ ആണെങ്കിലും, ഒന്നും നമ്മൾ പൂർത്തീകരിച്ചിട്ട് മരിക്കാൻ കഴിയില്ല ഒരാൾക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു സംതൃപ്തി തോന്നുക എന്നല്ലാതെ ഇനിയും എനിക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒന്നുമായിട്ടില്ല. കാരണം ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമായിട്ട്, ഭിന്നശേഷിക്കാർ തന്നെ പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ഞാൻ ചെയ്തതൊന്നും വലുതല്ല എന്ന് തോന്നുന്ന ഒരാളാണ്. ഇനി എനിക്ക് ഒരുപാട് ചെയ്യാനുണ്ട്.
അതിലൊരു ചോദ്യം ഉണ്ടല്ലോ അല്ലേ, ലക്ഷ്യങ്ങളുണ്ടല്ലോ അല്ലേ? ശരി, അതിന് ഞാൻ ഉത്തരം പറയാം. ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം എന്താ വെച്ചാൽ, ഭിന്നശേഷിക്കാർ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇംഗിതത്തിന് വഴങ്ങാതെ, ഇപ്പോൾ ശരിക്ക് മിക്ക ഭിന്നശേഷിക്കാരും, അതായത് ഒരു 60-70% ഭിന്നശേഷിക്കാരും മറ്റുള്ളവരുടെ ആശ്രയത്തിലാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആശ്രയത്തിൽ, അല്ലെങ്കിൽ നാട്ടുകാരുടെ ആശ്രയത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ള വിധേനയുള്ള ആശ്രയത്തിൽ. പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട് സ്വന്തം നിലയിൽ അധ്വാനിച്ചോ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ കൈത്തൊഴിലെടുത്തിട്ടെങ്കിലും സ്വയം മറ്റുള്ളവരെ പോറ്റുന്ന, അതായത് കുടുംബത്തെ പോറ്റുന്ന തരത്തിലേക്ക് എത്തുന്നത് വരെ എനിക്ക് വിശ്രമമില്ല. ഇതാണ് എൻ്റെ ലക്ഷ്യം. ഭിന്നശേഷിക്കാരൊക്കെ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് അവരുടെ വീടുകളെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് എത്തുന്നത് വരെ എനിക്ക് വിശ്രമമില്ലാതെ ജോലി ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. വീൽ ചെയറിൽ തന്നെയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ ഈ പ്രാദേശിക തലത്തിൽ നടത്താറുള്ളത്. കാരണം 25 കിലോമീറ്റർ വരെ പോകാവുന്ന എനിക്കൊരു ഇലക്ട്രോണിക് വീൽ ചെയറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 25 കിലോമീറ്റർ, അതായത് മമ്പാട് പഞ്ചായത്തിലുള്ള മിക്ക പരിപാടികളിലും വീൽ ചെയറിലാണ് സഞ്ചരിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ സാധിക്കുന്നുണ്ട്. പിന്നെ DAPL ജില്ലാ വൈസ് പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് ഇപ്പോൾ ഞങ്ങൾ വണ്ടൂർ മണ്ഡലം രൂപീകരിച്ചു DAPLൻ്റെ. ഇനിയിപ്പം കരുളായി, കാളികാവ്, കരുവാരക്കുണ്ട് ആ ഭാഗങ്ങളിൽ പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിക്കാനുള്ള എല്ലാ നടപടികളും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, മമ്പാട് ഉൾപ്പെടെ. ഇവിടെ നിന്ന് എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ ആവട്ടെ, അതുപോലെ DAPL ആവട്ടെ, അതുപോലെ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആവട്ടെ, എന്താണെങ്കിലും ശരി, എല്ലാ മേഖലകളിലും ഇടപെട്ട് വാർഡ് തലങ്ങളിൽ പോലും ഇറങ്ങിച്ചെന്ന് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിനെ താഴെത്തട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത്. ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഈ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭിന്നശേഷിക്കാരുമായി അവരുടെ കുടുംബവുമായി നിൽക്കുന്ന ഒരു സംഗതിയാണ് ഉദ്ദേശിക്കുന്നത്. അത് വളരെ ചെറുതാണ്, വളരെ ചെറുതായി ഒരു 5 മിനിറ്റ്, ഒരു 6 മിനിറ്റ് മാക്സിമം. അതിൻ്റെ തിരക്കഥ എഴുതി കഴിഞ്ഞു, ഇനി അതൊന്ന് റീറൈറ്റ് ചെയ്യാനുണ്ട്. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പടം ചെയ്യാം. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. എങ്കിലും അതിനെക്കുറിച്ച് പറയാം. ഞാൻ 2000 ആണ്ടിലാണ് ഞാൻ SSLC പരീക്ഷ എഴുതുന്നത്. അതിനുവേണ്ടി വീൽ ചെയറിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ പരീക്ഷ എഴുതാൻ പോവുകയാണ് പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് അന്നെൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണമായിരുന്നു. ആ കല്യാണ വീടിൻ്റെ മുമ്പിലൂടെയാണ് എനിക്ക് സ്കൂളിലേക്ക് പോവേണ്ടത്. അപ്പോൾ കല്യാണ വീട്ടിൽ ഒരുപാട് എൻ്റെ മറ്റ് സുഹൃത്തുക്കളുണ്ട്. കാരണം ഞാൻ ഒരു 26 വയസ്സിലാണ് SSLC പരീക്ഷ എഴുതുന്നത്. 26-27 വയസ്സുണ്ടാവും.
ആ കാലഘട്ടത്തിലാണ് ഞാൻ പരീക്ഷ എഴുതുന്നത്. അങ്ങനെ എന്നെ ഈ വീൽ ചെയറിൽ ഉന്തിങ്ങനെ പോകുന്ന സമയത്ത് ഒരു 4-5 എൻ്റെ സുഹൃത്തുക്കൾ മുന്നിലേക്ക് ചാടിയിട്ട് പറഞ്ഞു, നാണമില്ലടാ നിനക്ക്, ഇനിയും കുട്ടികളെപ്പോലെ 10ാം ക്ലാസ് പരീക്ഷ എഴുതി, എന്താ നിൻ്റെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചു. കളിയാക്കി, വളരെ കളിയാക്കൽ. പക്ഷെ അന്ന് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു കേട്ടോ അത്. കാരണം പക്ഷേ അന്ന് ഞാൻ തീർച്ചപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട്, ഈ കളിയാക്കിയവരോടൊക്കെ മാർക്കിലൂടെ പ്രതികരിക്കണം, പ്രതികാരം തീർക്കണം, മാർക്ക് കാണിച്ചു കൊടുത്തിട്ട് പ്രതികാരം തീർക്കണം എന്ന്, അഥവാ SSLC പരീക്ഷ ജയിച്ചേ പറ്റൂ എന്ന് ആ സമയം എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ കട നടത്തുന്ന സമയത്ത് എന്തെങ്കിലും പരിപാടിക്ക് പോകും, ഇതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികൾക്ക് പോകുമ്പോൾ 1-2 ദിവസം എനിക്ക് കട അടിച്ചിടേണ്ടി വരുന്നുണ്ട്. പിന്നെ പിറ്റേന്ന് കട തുറക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, അല്ല ചങ്ങാതി, എനിക്ക് കിട്ടുന്നതും കഴിച്ച് കിട്ടുന്ന ചുടുവെള്ളം കുടിച്ച് ഇരുന്നാൽ പോരെ, നീ നീ നാട് മുഴുവൻ ഇങ്ങനെ നടക്കേണ്ട ആവശ്യമുണ്ടോ, എന്താ എനിക്കതിൽ നിന്ന് കിട്ടുന്നത്, എന്താ നിനക്കതുകൊണ്ട് ലാഭം എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് ശരിക്കും തക്കതായ മറുപടി പറഞ്ഞത് ഇതാണ്, ലാഭത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഇന്ന് ബിൽഗേറ്റ്സും മറ്റുമൊക്കെ ആവില്ലേ. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, നിങ്ങളെപ്പോലെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് എനിക്ക് ആരെയും സഹായിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഞാൻ നല്ലൊരു പണക്കാരനായിട്ട് ഒരു പാവപ്പെട്ടവനെ സാമ്പത്തികമായിട്ട് എനിക്ക് സഹായിക്കാൻ കഴിയുമോ? ഇല്ല, തീർച്ചയായിട്ടും കഴിയില്ല. അപ്പോൾ എന്താണോ നമ്മൾക്കുള്ളത്, ആ ഉള്ളത് വെച്ചിട്ടാണ് നമ്മൾ സഹകരിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ, വളരെ വേദനിക്കുന്ന ഒരു മനുഷ്യനോട് ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അത് അവർക്ക് അമൃതാണ്. ശരിക്കും അതിൻ്റെ ഒരു സംതൃപ്തിയും സമാധാനവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഓക്കെ. ചില പോസ്റ്റുകളിലൊക്കെ ഞാനുണ്ട്. DAP മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡൻറ്റ്, അതുപോലെ മമ്പാട് പഞ്ചായത്ത്, പിന്നെ തണൽ ചാരിറ്റബിളിൻ്റെ പ്രസിഡൻറ്റ്, അങ്ങനെ കേരള കലാലീഗ് എന്ന കലാ കൂട്ടായ്മയുടെ മലപ്പുറം ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി, ശലഭം സാഹിത്യവേദിയുടെ പ്രസിഡൻറ്റ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇതൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കത് ചെയ്യാൻ കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഏറ്റെടുക്കുന്നതും അവർ നമ്മളെ ഏൽപ്പിക്കുന്നതും. അപ്പോൾ നമ്മൾ സ്വയം അത് ചോദിച്ച് വാങ്ങുകയല്ലല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ DAPLൻ്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡൻറ്റ് ആയി എന്നെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ ആ പരിപാടിയിൽ തന്നെ ഇല്ല. വള്ളിക്കുന്ന് മണ്ഡലത്തിൽ കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് ഈ പരിപാടി നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ല. അവിടെ മമ്പുറം ബഷീർക്കയും മനാഫ് ചേളാരിയും അതുപോലുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങളാണ് എന്നെ അവിടെ നിന്ന് തിരഞ്ഞെടുത്തത്. പിറ്റേന്ന് രാവിലെ എന്നെ വിളിച്ച് പറയുകയാണ്, റഷീദ് സാഹിബ്, നിങ്ങളെ DAPLൻ്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡൻ്റ് ആക്കിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ എതിരൊന്നും പറയരുത്, കാരണം നിങ്ങൾക്കത് കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് ഓരോ സ്ഥാനങ്ങൾ കിട്ടുന്നത്. അത് ഞാൻ അഭിമാനത്തോടു കൂടി പറയാണ്, അഹങ്കാരമല്ല കേട്ടോ, അഭിമാനത്തോടു കൂടി പറയാണ്. കാരണം അങ്ങനെ മറ്റുള്ളവർ നമ്മളിൽ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് എത്തുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. അതുകൊണ്ട് ഇക്കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. ഓക്കെ. അതിജീവനത്തിൻ്റെ ആദ്യപാഠം എന്ന പുസ്തകം എഴുതാൻ ഉള്ള കാരണം,
ഞാനിങ്ങനെ വിവിധ ഭാഗങ്ങളിൽ ജില്ലക്കകത്തും പുറത്തും എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ പോകുന്ന സമയത്ത് ഈ മലപ്പുറം ജില്ലയിൽ മാത്രമേ ഞാൻ കുറച്ചൊരു ആക്റ്റീവായ ഭിന്നശേഷിക്കാരെ കണ്ടിട്ടുള്ളൂ. മലപ്പുറം ജില്ലയിൽ പോലും ഒരു 60% ആളുകളും ഇപ്പോഴും ദൈവം തന്ന ദുർവിധിയോർത്ത് അവരങ്ങനെ പറയാം, ദുർവിധി എന്ന് പറയാം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുർവിധി വന്നല്ലോ, ഇനി ഞങ്ങളെങ്ങനെ ജീവിക്കും, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലാണ് മിക്ക ഭിന്നശേഷിക്കാരും. എന്നാൽ ഞാൻ പറയുന്നത് അതല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വിധി എന്ന് പറയുന്നത് മറ്റുള്ളവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വൈകല്യം തന്നത് എന്ന് എനിക്ക് പറയാൻ കഴിയും, അല്ലാതെ എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. ഉദാഹരണം, കണ്ണ് കാണാത്ത ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന എന്ന് വിചാരിക്കും. കണ്ണുള്ള നമ്മൾ പലരും അത് കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ദൈവം ആരെയാണ് പരീക്ഷിച്ചത്? കണ്ണിന് കാഴ്ചയുള്ളവനെയാണോ കാഴ്ചയില്ലാത്തവനെയാണോ? ഒരു സംശയമില്ല, കണ്ണിന് കാഴ്ചയുള്ള ആളെയാണ് പരീക്ഷിച്ചത്. കാരണം കാഴ്ചയില്ലാത്ത ഒരാളിനെ കൈപിടിച്ച് ഉയർത്തി ആ റോഡ് ക്രോസ് ചെയ്യിപ്പിക്കേണ്ട ബാധ്യത ഈ കണ്ണിലുള്ള ആളിനുണ്ട്. അവൻ അങ്ങനെ ചെയ്യുമോ ചെയ്യില്ല എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണമാണ് ദൈവം കാഴ്ചയുള്ളവന് കൊടുത്തതും. അതേസമയം ഇവിടെ അതിനൊരു അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാഴ്ചയില്ലാത്തവനെ സൃഷ്ടിച്ചത്. ഇതിൽ സുഹൃത്തുക്കൾ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നൊരു ചോദ്യം കണ്ടു. സുഹൃത്തുക്കൾ എന്ന് പറയാൻ അധിക സുഹൃത്തുക്കൾ എനിക്കില്ല. അങ്ങനെ ഒരു സുഹൃത്ത് വലയം ഉണ്ടാവാനുള്ളൊരു അവസരം എനിക്കില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ, വീട്ടിൽ തനിച്ച് ഏകാന്തതയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് കയറി വന്നാലല്ലേ സുഹൃത്തുക്കൾ ഉണ്ടാവുള്ളൂ. എന്നിരുന്നാലും സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ട് താനും. ഒരു 3-4 സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ വളരെ നല്ല ആക്റ്റീവായിട്ട് എന്നെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അസൂയപ്പെട്ടിട്ട് തന്നെയുണ്ട്. എടാ, നീ ഇങ്ങനെയാണെങ്കിലും ഞങ്ങളെയൊക്കെ കവിച്ച് വെച്ചല്ലോ എന്നൊക്കെ ഇപ്പോഴും അവർ പറയാറുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ പകുതിയിലേറും ആളുകൾ ഇപ്പോൾ ഗൾഫിലാണ്. അവർ വിളിക്കാറുണ്ട്, വാട്സപ്പിലും ഒക്കെ മെസ്സേജുകൾ കൈമാറാറുണ്ട്. ഞങ്ങൾ അക്കാലത്ത് വളരെ ചെറുപ്പത്തിൽ, അതായത് 10-20 വയസ്സ് ആ പ്രായത്തിൽ, നിങ്ങളുടെയൊക്കെ ആ പ്രായത്തിൽ അവരെന്നെ ടൂറ് കൊണ്ടുപോയിട്ടുണ്ട്. ഊട്ടി, മലമ്പുഴ, അതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരെന്നെ ടൂർ കൊണ്ടുപോയിട്ടുണ്ട്, കാറിലൊക്കെ. അത് നല്ല 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 സുഹൃത്തുക്കളാണ്. ഇപ്പോഴും ആ സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നമസ്കാരം. ഇതിൻ്റെ ഇടയിൽ രണ്ട് കോള് വന്നതാണ്, അതാണ് സമയം വൈകി കേട്ടോ, സോറി. പിന്നെ ലോക്ക്ഡൗൺ സമയം എന്ന് പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലോക്ക്ഡൗണ്, അതുപോലെ പ്രളയം, മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ, ഇതൊക്കെ നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കാനും മനസ്സിലാക്കാനും ചേർത്ത് നിർത്താനും ഉള്ള ഒരു സംഗതിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ എൻ്റെ ജീവിതം ഞാൻ പറയുകയാണെങ്കിൽ, ലോക്ക്ഡൗൺ കൊണ്ട് ഞാനതിനെ പോസിറ്റീവാക്കിയാണ് മാറ്റിയത്. അതായത് ഒരു 5-6 കഥകൾ എഴുതാൻ കഴിഞ്ഞു, 4-5 കവിതകൾ എഴുതാൻ കഴിഞ്ഞു. പിന്നെ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ടൊരു ഗാനം എഴുതാൻ കഴിഞ്ഞു. റംസാനുമായി ബന്ധപ്പെട്ടൊരു ഗാനം എഴുതി കഴിഞ്ഞു. ഇത് രണ്ടും പിന്നെ മ്യൂസിക് ഡയറക്ടർ അടുത്താണത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞല്ലേ, അതും എഴുതാൻ കഴിഞ്ഞു. നേരെ മറിച്ച് ഈ ലോക്ക്ഡൗൺ അല്ല എങ്കിൽ പല തിരക്കുകൾ കാരണം ഇതൊന്നിനും കഴിയില്ല. പിന്നെ മനുഷ്യനെ മനുഷ്യനായി കാണാനും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കാനും ഈ ലോക്ക്ഡൗൺ ഉപകരിക്കും. മനുഷ്യൻ എത്രയായാലും പഠിക്കില്ല, അത് വേറെ കാര്യം. എങ്കിലും പഠിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. പിന്നെ ഞാൻ ചെയ്യാത്തൊരു കാര്യം കൂടി ഈ പ്രാവശ്യം ചെയ്തു ഈ ലോക്ക്ഡൗണുമായി. അതായത്
എനിക്ക് പൂക്കളും ചെടികളും പച്ചക്കറികളും മരങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്, നട്ട് നനക്കുന്നതും വളർത്തിയെടുക്കുന്നതൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് പച്ചക്കറി തോട്ടം, അതായത് ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കി, ചെറിയൊരു ഗാർഡന് ഉണ്ടാക്കി. അതൊക്കെ ഞാൻ തന്നെ സ്വന്തം നനച്ച് കുട്ടികളൊക്കെ കൂടി നനക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ ഒരു രസകരമായി അത് മുന്നോട്ട് കൊണ്ടുപോയി. പോത്തുകല്ല് ഭൂതാനം തൊടിമുട്ട് എന്ന സ്ഥലത്താണ് എൻ്റെ ഭാര്യയുടെ വീട്. അവളുടെ പേര് സഫിയ എന്നാണ്. അവളെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം, അതായത് കുഞ്ഞുണ്ണി മാഷ് എന്നെ എങ്ങനെയാണോ സാഹിത്യത്തിൽ കണ്ടെത്തിയത് എങ്കിൽ അതുപോലെ എൻ്റെ ജീവിതത്തെ കണ്ടെത്തിയൊരു വ്യക്തിയാണ് എൻ്റെ ഭാര്യ. കാരണം എനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തി. അവൾ ഞാൻ എഴുതാനിരിക്കുന്ന ഏത് നട്ടപ്പാതിര സമയത്തും കാവലിരുന്നും എനിക്ക് കട്ടൻ ചായ ഉണ്ടാക്കി തന്നു. എഴുത്തിന് ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുന്നത് അവളാണിപ്പോൾ. ഒരു 3-4 ദിവസം ഞാൻ വായിക്കാതെ എഴുതാതെയോ ഏതെങ്കിലും കാരണം കൊണ്ട്, തിരക്ക് കൊണ്ടോ എന്താ ആയിക്കോട്ടെ, എഴുതിയിട്ടില്ലെങ്കിൽ അവൾ അപ്പോൾ ചോദിക്കും, എന്താ മനുഷ്യൻ നിങ്ങളൊന്നും എഴുതുന്നില്ലേ, എന്താ നിങ്ങളിങ്ങനെ ഒക്കെ പറ്റിപ്പോയോ എന്ന് പറയും. അവളുടെ സ്വാധീനം എനിക്ക് നല്ല പോലെയുണ്ട്. പിന്നെ കുട്ടികളും തന്നെ നല്ല സപ്പോർട്ടാണ് ഏത് കാര്യത്തിലും. എൻ്റെ വളർച്ചയിൽ അവരൊന്നും ഒരു കല്ലുകടിയല്ല. അവർ നല്ല ഉഷാറായിട്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്. ഞാൻ അവർക്ക് നിത്യവും എന്നതുപോലെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാറുണ്ട്. ആദ്യം സന്തോഷത്തിന് അവസരം കൊടുക്കുക അല്ലേ. സന്തോഷമാണല്ലോ നമുക്ക് വേണ്ടത്. സങ്കടങ്ങളും പരാധീനതകളും പരിഭവങ്ങളും ഒക്കെ നമുക്ക് മറ്റൊരു ഒരു വേസ്റ്റ് കൊട്ടയിലിടാം. അപ്പോൾ സന്തോഷത്തെക്കുറിച്ച് പറയാം. എൻ്റെ ഇന്നലകളെക്കുറിച്ചൊരു സന്തോഷം. അതായത് ഞാൻ വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെ എഴുതുന്ന സമയത്ത്, അന്ന് എഴുതുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളുടെ പുസ്തകത്തിലെ നിന്ന് ചെറിയ പേജുകൾ പറിച്ച് അതിലായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. അങ്ങനെ ഒരു ചെറിയൊരു പലക കഷ്ണം വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കഴിയുന്ന ഒരു രൂപത്തിലിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഈ ടാപ്പിന്, അതായത് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു ഉയരം കൂടിയ ഒരാൾ. അയാളെ മുഖം ഒന്നും എനിക്ക് വ്യക്തമല്ല ഇപ്പോൾ, കാരണം അത്രയും ചെറുപ്പത്തിലാണ്. അദ്ദേഹം ഇതെന്നെ ഏറെ നേരം ഇങ്ങനെ നോക്കി നിൽക്കും. ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എന്താണ് എഴുതുന്നതെന്നൊക്കെ നോക്കിയിട്ട് വളരെ ദൂരെ നിന്ന് കാണാറുണ്ട്. ഞാൻ അദ്ദേഹത്തെയും കാണാറുണ്ട്. ഇയാളൊരു ദിവസം പതുക്കെ അടുത്തടുത്ത് ഇങ്ങനെ വന്നു. ഞാൻ എഴുതുന്നതൊക്കെ നോക്കി പിറകിലോട്ട് വളഞ്ഞു നിൽക്കുന്ന എൻ്റെ കൈപ്പത്തിയിൽ പേന പിടിച്ചാണ് ഞാൻ എഴുതുന്നത്. അതൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കി. പിന്നെ അദ്ദേഹം പോയി. പിന്നീട് വന്നത്, അദ്ദേഹം ചായ കുടിക്കാനാണ് പോയത്. രാവിലെ 10 മണിക്ക് ചായ കുടിക്കാൻ പോയി. ചായ കുടി കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ, പിന്നെ ഇന്നാണല്ലോ A4 ഷീറ്റ് ഉള്ളത്, അന്ന് 2 മടക്കുള്ള ഒരു ഇതാണല്ലോ, പേപ്പറാണല്ലോ. അങ്ങനെ വരയിടാത്ത ഒരു 4-5 പേപ്പറും 1-2 പേനയും അതിലൊരു കളർ പേനയും എല്ലാം കൂടെ അദ്ദേഹം എനിക്ക് സമ്മാനിക്കുകയുണ്ടായി. അതെന്നെ വല്ലാതെ ഇപ്പോഴും ഒരു മധുരമുള്ളൊരു സന്തോഷമുള്ള ഒരു സന്ദർഭമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു. പിന്നെ സങ്കടം എന്ന് പറയുന്നത്, എനിക്ക് ചെറുപ്പകാലത്ത് നിങ്ങളെപ്പോലെ പഠിക്കാൻ കഴിഞ്ഞില്ല, സ്കൂളിൽ പോയി പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു സങ്കടം അതുണ്ട്. അതെൻ്റെ ജീവിതത്തിലെ ഒരു ദുരന്തമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്.
പിന്നീട് ഞാൻ പഠിച്ചോ പഠിച്ചില്ല എന്നും നല്ല വിഷയം. ഒരു ഗുരുനാഥൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആ ഒരു ഗുരുനാഥൻ്റെ മധുരമുള്ളൊരു അടിയെങ്കിലും വാങ്ങിയിട്ട്, ചീത്തയെങ്കിലും വാങ്ങിയിട്ട്, നിർദ്ദേശങ്ങൾ വാങ്ങിയിട്ട്, ഉപദേശങ്ങൾ തേടിയിട്ട് അങ്ങനെ പഠിക്കുമ്പോൾ അതിനൊരു എന്താ പറയുക, വാക്കുകളില്ലാത്ത അനുഭൂതികളുണ്ടാവും. അതെനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ സ്കൂൾ ജീവിതമില്ലാത്തതാണ് എൻ്റെ ദുരന്തം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ. പുസ്തകങ്ങൾ എഴുതാനും വരക്കാനും സംസാരിക്കാനും ഉണ്ടായ പ്രചോദനങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, പിന്നെ എനിക്കും നല്ലൊരു എഴുത്തുകാരനാവണം, ഒരു പ്രാസംഗികനാവണം, ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആവണം, ഒരു കലാകാരനാവണം എന്ന അടങ്ങാത്ത മോഹമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ 4 വരി കവിത, ഞാൻ എഴുതിയ കവിത തന്നെ വായിക്കാം. ഒത്തിരി ചെയ്വോർക്കിത്തിരി ഫലമാണ്, ഇത്തിരി ചെയ്വോർക്കില്ല ഫലം എന്ന് ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ഒത്തിരി ചെയ്വരും ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ നമ്മൾക്ക് കുറച്ച് ഫലം കിട്ടും, അല്ലേ? കുറച്ച് ഫലത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ നമുക്ക് കാര്യമായ ഫലം ഒന്നും തന്നെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും കിട്ടിയത്, ഞാൻ ഇവിടെയെങ്കിലും എത്താൻ സാധിച്ചത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നൊരു റഷീദ് മമ്പാട് ആവില്ല, ഇന്ന് നിങ്ങളെന്നെ ഗസ്റ്റായിട്ട് ക്ഷണിക്കില്ലായിരുന്നു. അതെ, എൻ്റെ മറ്റൊരു സ്വപ്നമായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി. ഇങ്ങനെ സ്വപ്നം കാണാനുള്ള കാരണം എന്താണെന്നോ, ഞാൻ എന്ത് ചെയ്യുന്നതും എന്ത് ചെയ്യുമ്പോഴും അത് എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ വരും തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റു ജനവിഭാഗങ്ങൾക്ക് വേണ്ടി കൂടി ഉള്ള ഒരു പോരാട്ടമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സ്കൂളിൻ്റെ പടിവാതിൽ കാണാൻ വിധിയില്ലാത്ത അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്ത ഞാൻ ഒരു ഗവൺമെൻറ് ജോലി വാങ്ങണമെന്ന് എനിക്കൊരു വാശിയുണ്ട്. ആ വാശിയുണ്ടായിരുന്നു ചെറുപ്പം മുതൽ. അങ്ങനെ 2018 എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിയമനം വന്നു. നിയമനം വന്നപ്പോൾ എന്നെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചു. ഞാൻ കരുതിയത് ഭിന്നശേഷിക്കാർ മാത്രമാണ് എന്നാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. 498 പേര് എന്നേക്കാൾ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും പഠനപരമായിട്ടും അറിവുപരമായിട്ടും എല്ലാം തികഞ്ഞ ആളുകൾ, 498 പേര്. വെറും 24 പോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതിലേക്കാണ് 498 ആൾ പങ്കെടുത്തത്. ഞാൻ ചെല്ലുന്നത് എൻ്റെ ഇലക്ട്രോണിക് വീൽ ചെയറിലാണ്. നോക്കണം, ദൈവത്തിൻ്റെ ആ മഹത്തരമായ അവസരം എനിക്ക് ഒരുക്കി തന്നത്. എല്ലാവരും വടികുത്തിയണ്ടും വളരെ ചെറിയ വൈകല്യത്തോടു കൂടിയും പിന്നെ ശരിക്ക് നിങ്ങളെപ്പോലെയുള്ള ആളുകളും ആരോഗ്യമുള്ള ആളുകളും ഉണ്ട്. അതിനിടയിൽ ഞാൻ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട്, എൻ്റെ ഇലക്ട്രോണിക് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടാണ് പിന്നെ അഭിമുഖം നടത്തിയത്. എന്നെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ ചെന്നത്. ഞാൻ എൻ്റെ എല്ലാ ബയോഡാറ്റകളും കൊടുത്തു. എല്ലാവരും വളരെ നല്ല നിലയിൽ സംസാരിച്ചു. പിന്നീട് ഭാഗ്യം എന്ന് തന്നെ വേണം പറയാൻ, എനിക്ക് നിലമ്പൂർ താലൂക്കിലെ ചാലിയാർ പഞ്ചായത്തിൽ കോണമുണ്ട ഗവൺമെൻറ് LP സ്കൂളിൽ പാർട്ട് ടൈം ജീവനക്കാരനായി കയറി. അത് വളരെ സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ മറ്റുള്ള ഭിന്നശേഷിക്കാർക്ക് ഇതൊരു പാടാണ്, സ്കൂളിലൊന്നും പോകണ്ട, എന്നാലും ഒരു ഗവൺമെൻറ് ജോലിക്കാരനാവാം എന്ന് എന്നിലൂടെ അവർക്ക് മനസ്സിലാക്കിയല്ലോ, അത് മതി. ബഹുമാന്യനായ PMA ഗഫൂർ സാറ് വലിയൊരു വ്യക്തിയെ മാത്രമല്ല, അദ്ദേഹം ഒരു വലിയ മനസ്സുള്ള അറിവുള്ള ഒരാളാണ്.
അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ആകെ കോരിത്തെരിച്ച് അന്തം വിട്ടു പോകും. അത്രയും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന നല്ല മണിമുത്ത് പോലുള്ള പ്രതീക്ഷയുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ ഒരു പരിപാടിയിൽ, കാളികാവിൽ ഒരു പരിപാടിയെ സംബന്ധിച്ചപ്പോൾ അദ്ദേഹം പല വേദികളിലും എന്നെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇത്ര വലിയ പ്രഗത്ഭനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ട ഉടനെ തന്നെ പറഞ്ഞു, ആ റഷീദാക്ക നിങ്ങളുണ്ടല്ലേ എന്ന് പറഞ്ഞു. ആ ഞാനും കൈ കൊടുത്തു. എന്നാൽ നമുക്കൊരു ഫോട്ടോ എടുക്കാമല്ലേ, ഒരു സെൽഫി എടുക്കാമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു സെൽഫി എടുത്തു. അത് ഞാൻ പ്രൊഫൈലാക്കി ഞാൻ പല ആളുകൾക്കും, ഞാനിങ്ങനെ വാട്സപ്പിലൂടെയൊക്കെ സംസാരിക്കുമ്പോഴാണ് പല ആളുകളും എന്നോട് ഇങ്ങോട്ട് ചോദിക്കും, അല്ല PMA ഗഫൂറുമായി എങ്ങനെയാണ് നിങ്ങളുടെ ബന്ധം? സത്യത്തിൽ PMA ഗഫൂർ ഇത്ര വലിയ ആളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. ഇത് കാളികാവിൽ സാഹിത്യ കൂട്ടായ്മ എന്ന പരിപാടിയിൽ 2 ദിവസം പങ്കെടുക്കാൻ അവസരം കിട്ടി എനിക്ക്. അതിൽ ചീഫ് ഗസ്റ്റായി വന്ന ഇതായിരുന്നു നമ്മുടെ PMA ഗഫൂർ സാറ്. അന്നെടുത്ത ഫോട്ടോ ആണ്. അദ്ദേഹവുമായി നല്ല ബന്ധമാണ്. ഒരുപാട് കാര്യങ്ങൾ പിന്നീട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നല്ല ഇപ്പോഴും ഇടയ്ക്കിടെ ഫോൺ വിളിക്കാറുണ്ട്, നല്ല ബന്ധം പുനഃസ്ഥാപിക്കാറുണ്ട്. ഓക്കെ. PMAയോടുള്ള ഇഷ്ടം അദ്ദേഹത്തിൻ്റെ ലളിതമായ വാക്കുകളും അഹങ്കാരമില്ലാത്ത, അഹന്തയില്ലാത്ത നല്ല മനസ്സും നല്ല പെരുമാറ്റവും, അത്രയും ഒരു അറിവിൻ്റെ അക്ഷയ ഖനിയാണ് താൻ എന്ന ഒരു നാട്യവുമില്ലാതെ ഏതൊരാളിൻ്റെയും മുമ്പിൽ വന്ന് താണു വണങ്ങി ഒരു വിനീതനായിട്ട് അങ്ങനെയുള്ള ഒരാൾ ആവുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇഷ്ടപ്പെടും. ഞാൻ അങ്ങനെയാണ് ഒരാളെ വിലയിരുത്താറുള്ളത്. എൻ്റെ അടുത്ത് വല്ല ആളുകളും വരാറുണ്ട്. പക്ഷെ അവർ പോകുന്ന സമയത്താണ് അവർ ഹാഫിളാണ്, അല്ലെങ്കിൽ അഡ്വക്കറ്റാണ്, അല്ലെങ്കിൽ വലിയ വലിയ പദവികളിലൊക്കെ ഇരിക്കുന്ന ആളാണെന്ന് അപ്പോഴാണ് മനസ്സിലാവുക. അവർ വന്നാൽ ഉടനെ തന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൽ അങ്ങനെ കസേര ഇട്ട് കൊടുത്താലും ചില ആളുകൾ കസേരയിൽ ഇരിക്കില്ല. കാരണം ഞാൻ തറയിലാണ് ഇരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അവരും തറയിലിരിക്കും. ഈ ഇരിക്കുന്നത് ആരാണ്? എത്രയോ വലിയ വലിയ മഹാന്മാരാണ് ഇരിക്കുന്നത്. അവരുടെയൊക്കെ ആ മനസ്സിൻ്റെ ആ വിശാലത, ഇത് തന്നെയാണ് PMAയിൽ എനിക്ക് ഉണ്ടായ ഇഷ്ടം. ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് നശ്വരമായ ജീവിതം കൊണ്ട് അനശ്വരമായ കർമ്മം തീർത്ത് ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങുക. ഇതാണ് മനസ്സിലാക്കുന്നത്. അഥവാ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വലിയ ഒരു നന്മയുടെ പ്രതീകം ഇവിടെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം വിട പറയുക. മരിക്കുന്നതിന് മുമ്പ് നല്ലൊരു അടയാളം, നന്മയുടെ അടയാളം തീർക്കാനാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലാതെ വെറുതെ ജനിച്ചു വെറുതെ മരിക്കുന്ന ഒരു ഒന്നുമല്ലാത്ത ഒരു ജീവിതമാവരുത് നമ്മുടേത് ആരുതും. ഞാനിവിടെ ജീവിച്ചിരുന്നു എന്ന് ഓരോരുത്തരും തെളിയിക്കണം. ഓക്കെ. നമസ്കാരം. പ്രതിസന്ധികളെ ആത്മധൈര്യവും ആഗ്രഹങ്ങളും കൊണ്ട് മറികടക്കാം എന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന മനുഷ്യൻ. സാറെക്കുറിച്ച് അങ്ങനെ പറയുന്നതാക്കും നല്ലത്. ഇത്രയും നേരം ഞങ്ങളോട് സംവദിക്കാൻ സമയം തന്ന സാറിന് എൻ്റെ പേരിലും PSMO കോളേജ് SIP യൂണിറ്റിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഒപ്പം സാറ് സമയം ഉപയോഗപ്പെടുത്തിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി നേരുന്നു. സന്തോഷം, വളരെ സന്തോഷമുണ്ട്. കാരണം PSMO കോളേജിലെ SIP റേഡിയോ ടോക്കിലേക്ക് എന്നെ ക്ഷണിക്കുകയും ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് തൃപ്തികരമായ രൂപത്തിൽ മറുപടി തന്നോ എനിക്കറിയില്ല. ഏതായാലും
എന്തെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എന്നെ ക്ഷണിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും പേരെടുത്ത് പറയാൻ എന്നെക്കൊണ്ട് കഴിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി, നമസ്കാരം. ഓക്കെ.